STയിൽ 1,68,853 ഓൾ ഇന്ത്യ റാങ്കിന് ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചു. ഏകദേശം 25,000 റാങ്കിനും അതേപോലെ ഏകദേശം 1,50,000 റാങ്കിനും കേരളത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴി ഒരു MBBS സീറ്റ് കിട്ടിയതാണ്. 5,415 റൗണ്ട് 2 ഗവൺമെന്റ് BDS സീറ്റ് കിട്ടി. 1,80,000 റാങ്കിന് റൗണ്ട് 2 തന്നെ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടി. 72,945 ST കാറ്റഗറിയിൽ എയിംസ് ലഭിച്ചിട്ടുണ്ട് റൗണ്ട് 2 അതായത് ജനറൽ കാറ്റഗറിയിൽ 350 റാങ്കിന് മാത്രമാണ് റൗണ്ട് 2 ജിപ്മർ പുതുച്ചേരി ലഭിച്ചത്. ഹായ് എവരിവൺ, ദിസ് ഇസ് ഏഞ്ചി. സോ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിൻ്റെ സ്കെഡ്യൂൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും ഏതൊക്കെ കോളേജിൽ അപ്ലൈ ചെയ്യണം, ഏതൊക്കെയാണ് പ്രയോറിറ്റി ഓർഡർ എങ്ങനെ നൽകാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. എനിവേ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും 15% MBBS BDS സീറ്റുകൾ ഗവൺമെൻറ് സെക്ടറിലുള്ള ആ സീറ്റുകളിലേക്ക് നമ്മുടെ റാങ്കിന്, നമ്മുടെ ഓൾ ഇന്ത്യ റാങ്കിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അതേപോലെ തന്നെ എയിംസിലേക്കും ജിപ്മറിലേക്കും നമ്മളുടെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഓരോ കാറ്റഗറിയുടെയും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ആദ്യം ഓൾ ഇന്ത്യ കോട്ട MBBS BDS സീറ്റുകൾ 15% പറ്റി തന്നെ നമുക്ക് നോക്കാം. 2023യുടെയും 2024ൻ്റെയും സാധ്യതകൾ നോക്കുന്നുണ്ട്. എവിടെയെങ്കിലും നമുക്കൊരു സാധ്യതയുണ്ടോ എന്ന് അറിയണമല്ലോ. യെസ്, എന്താണ് ഞാൻ പറഞ്ഞത്? ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അവിടെ ഉള്ള ടോട്ടൽ സീറ്റ്സിൻ്റെ 15% സീറ്റ്, 100 സീറ്റുള്ള ഒരു ക്യാമ്പസിൻ്റെ 15 സീറ്റുകൾ, 100 സീറ്റ് ഒരിടത്ത് MBBSനുണ്ടെങ്കിൽ അതിലെ 15 സീറ്റ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി അപ്ലൈ ചെയ്ത് കിട്ടും. യെസ്, കേരളത്തിലെ സാധ്യതയും നമ്മൾ നോക്കുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ സാധ്യതയും നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യം കേരളത്തിൻ്റെ നോക്കണ്ട, എല്ലാം ടോട്ടലി ഓക്കെ, എല്ലാ സംസ്ഥാനങ്ങളുടെയും ഓൾ ഇന്ത്യ റാങ്ക് ലാസ്റ്റ് വന്ന കുട്ടികളുടെ ഓരോ റൗണ്ടിൻ്റെയും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. 2023 നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടതാണ്. ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാം എവിടെയെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഒന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓപ്പൺ കാറ്റഗറി തന്നെയാണ് ആദ്യം നോക്കുന്നത്. യാതൊരു റിസർവേഷനും ഇല്ലാത്ത ജനറൽ കാറ്റഗറി റൗണ്ട് 1ൽ 19,396നും റൗണ്ട് 2ൽ 22,104നും റൗണ്ട് 3ൽ 22,663നും റൗണ്ട് 4ൽ 23,562 വരെയും അഡ്മിഷൻ ലഭിച്ചു. എന്ത് കിട്ടി? കേരളം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. 15% സീറ്റ്. ഇപ്പോൾ വന്ന അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന സീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ ജനറൽ കാറ്റഗറി 23,500 വരെയായിരുന്നു 2023ൽ സാധ്യത ഉണ്ടായിരുന്നത്. ഇനി ജനറൽ EWS നോക്കുകയാണെങ്കിൽ 25,005ന് ഫോർത്ത് റൗണ്ട് ആദ്യത്തെ 3 റൗണ്ടുകൾക്ക് ശേഷം സ്ട്രേ വേക്കൻസി റൗണ്ട് ഉണ്ടാകും, അതിലൂടെ കിട്ടി. OBC കാറ്റഗറി ആണെങ്കിൽ നമുക്ക് റൗണ്ട് 3 തന്നെ നോക്കാം അല്ലെ. 22,784ന് SC കാറ്റഗറി 1,23,215ന് ST കാറ്റഗറി 1,59,636. അപ്പൊ ഇത്രയും കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം എന്ത് കിട്ടി? കഴിഞ്ഞ വർഷമല്ല, 2023ൽ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. ഇപ്പൊ വന്നിരിക്കുന്ന കൗൺസിലിംഗിൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടിയ സീറ്റാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ OBC ഒരു 25,000നും അതേപോലെ ST 1,60,000നും SC 1,30,000 വരെ കഴിഞ്ഞ മുന്നിലത്തെ വർഷം 2023ൽ അഡ്മിഷൻ ലഭിച്ചു. യെസ്, ഓക്കെ. അപ്പോൾ ഏകദേശം ഈ റാങ്കുകാർ വരെ സേഫ് ആണ്. ഗവൺമെന്റ് സീറ്റാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഗവൺമെന്റ് MBBS സീറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ഇവിടെ ഞാൻ പറഞ്ഞു ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം, ട്രിവാൻഡ്രം, നമ്മുടെ കാലിക്കറ്റ്, ഇവിടെയൊക്കെയുള്ള ടോട്ടൽ സീറ്റിന്റെ 15% സീറ്റ്. അവിടെ തമിഴ്നാട്ടിലുള്ള കുട്ടി അപ്ലൈ ചെയ്യും, കർണാടകത്തിലെ കുട്ടി അപ്ലൈ ചെയ്യും, ഓക്കെ, കേരളത്തിലെ കുട്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലായിടത്തെയും കുട്ടികളും നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും കാൻഡിഡേറ്റ്സും ഈ സീറ്റിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ കേരളത്തിൽ അവസരം കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറയാൻ പോകുന്നതൊക്കെ കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റിൽ അവസരം ലഭിച്ച കുട്ടികളുടെ ഏത് റാങ്കുകാർക്ക് വരെയാണ് കിട്ടിയത്? ഈ കുട്ടി കേരളത്തിലെ കുട്ടിയാകണം നിർബന്ധമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിലെ ആകാം, കർണാടകത്തിലെ ആകാം, പഞ്ചാബിലെ ആകാം, എവിടുത്തെ വേണമെങ്കിലും സ്റ്റുഡന്റ് ആവാം. യെസ്, ഓക്കെ. അപ്പോൾ ഓപ്പൺ കാറ്റഗറി റൗണ്ട് 3 നമുക്ക് നോക്കാം. റൗണ്ട് 4 22,529 കിട്ടിയെങ്കിലും റൗണ്ട് 3ൽ 14,958 കേരളത്തിൽ ലഭിച്ചത്. പക്ഷെ കേരളത്തിലെ കൗൺസിലിംഗ് ആണോ? അല്ല, ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് വഴിയാണ് കിട്ടിയത്. കേരളത്തെ കുട്ടിയാകണം നിർബന്ധമുണ്ടോ? ഇല്ല. യെസ്. ആൻഡ് ജനറൽ EWS ഓപ്പൺ വിഭാഗം ജനറൽ കാറ്റഗറിയിലെ
ഇക്കണോമിക്കലി പിന്നിൽ നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് 24,284 കിട്ടിയത്. നിങ്ങളെല്ലാവരെയും ഏത് കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾ ഇഴവായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, EWSൽ വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഏതിൽ വന്നാലും ആദ്യം നിങ്ങളെ ഓപ്പൺ കാറ്റഗറിയിലാണ് പരിഗണിക്കുക. ഇപ്പം നിങ്ങളുടെ റാങ്ക് ഒരു എന്താ പറയുക, ഒരു 12,000 റാങ്കാണ്, 12,000 റാങ്കാണ്. പക്ഷെ നിങ്ങൾ SC കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, റാങ്ക് 12,000 ആണ്, SC കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡൻ്റാ. ചിലപ്പോൾ നിങ്ങൾക്ക് റിസർവേഷനിലേക്ക് പോകേണ്ട ആവശ്യം വരത്തില്ല. അതായത് 12,000 റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ അവസരം കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഒരു 7,000 റാങ്ക് ആണ്, നിങ്ങളുടെ കാറ്റഗറി ST ആണ്, 7,000 റാങ്ക് ആണ്, കാറ്റഗറി ST ആണ്. 7,000 റാങ്ക് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ കിട്ടും. അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയിൽ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എല്ലാ കുട്ടികളെയും ആദ്യം ഓപ്പൺ കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് സീറ്റ് കിട്ടിയാൽ മതി. ഓക്കെ, അടുത്തത് ജനറൽ EWS. ഓപ്പൺ കാറ്റഗറി ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിൽ കയറിയാലും സീറ്റ് ഒരുപോലെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ സീറ്റ്, ഒരേ ഫീസ്, ആർക്കും ഒരേ ഫീസ്. ഗവൺമെന്റ് സീറ്റിൽ എല്ലാവർക്കും ഒരേ ഫീസാണ് അല്ലേ? യെസ്. ഓക്കെ, അടുത്തത് ജനറൽ EWS ഞാൻ പറഞ്ഞു. OBC കാറ്റഗറി, OBCയുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് കാറ്റഗറി ഉണ്ട്. അവിടെ കിട്ടിയത് 15,564 എന്നാൽ സ്ട്രേ വേക്കൻസി റൗണ്ട് 4ൽ 24,978 കിട്ടി. ഓക്കെ, SC കാറ്റഗറി 85,932 ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുന്നതെങ്കിൽ 1,20,20,907 റൗണ്ട് 4ലൂടെ കിട്ടി. റൗണ്ട് 3ലും ഏകദേശം അത് തന്നെ. യെസ്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1,52,748 റൗണ്ട് 3ലൂടെ അഡ്മിഷൻ കിട്ടി. അപ്പൊ നിങ്ങളുടെ റാങ്ക് 1,50,000 ഓൾ ഇന്ത്യ റാങ്ക് ആണെങ്കിൽ പോലും ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ സാധ്യതയുണ്ട്? നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഗവൺമെന്റ് MBBS സീറ്റിൽ പഠിക്കാം. പക്ഷെ അത് കേരള അലോട്ട്മെന്റ് പ്രകാരം സിയുടെ വെബ്സൈറ്റിലൂടെ, കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന സ്റ്റേറ്റ് കൗൺസിലിംഗിലൂടെയാണോ? അല്ല, അത് ഓൾ ഇന്ത്യ കൗൺസിലിംഗിലൂടെയാണ്. കേരളത്തിൽ തന്നെ പഠിക്കാം. ഓക്കെ, യെസ്, ക്ലിയർ. അപ്പൊ ഇതാണ് കേരളത്തിന്റെ കാര്യം. ഇനി നമുക്ക് 2024 നോക്കാം. 24 റൗണ്ട് 1ഉം റൗണ്ട് 2ഉം MBBSന്റെയും BDSന്റെയും ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, 300-ലധികം വരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, അവിടുത്തെ 15% സീറ്റുകൾ. യെസ്. അപ്പൊ ഓപ്പൺ കാറ്റഗറി നോക്കുകയാണെങ്കിൽ റൗണ്ട് 1ൽ 19,603 ജസ്റ്റ് 2 റൗണ്ടിന്റെ കാര്യം നമ്മൾ നോക്കുന്നുള്ളൂ. 2024 റൗണ്ട് 1ൽ 19,603 റൗണ്ട് 2ൽ 22,995 അഡ്മിഷൻ കിട്ടി. സ്കോർ കമ്പയർ ചെയ്യരുത് ദയവ് ചെയ്ത്. യെസ്. ജനറൽ EWS ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണെങ്കിൽ റൗണ്ട് 2ലൂടെ 26,720 അഡ്മിഷൻ കിട്ടി, ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. OBCക്ക് 23,358 23,000 വരെ റൗണ്ട് 2ൽ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. SC കാറ്റഗറി 1,25,103. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടുത്തെ പോലെ തന്നെ 23ൽ 2023ലും 1,20,000 SC കാറ്റഗറിക്ക് വന്നത്. 24ലും ഏകദേശം 1,20,000 തന്നെയാണ് റൗണ്ട് 2ൽ വന്നത്. അപ്പൊ ഏകദേശം ആ റാങ്ക് ഉള്ള ഒരു സേഫ് ആണെന്ന് അർത്ഥം. ഓക്കെ, യെസ്. ആൻഡ് ST കാറ്റഗറി 1,55,826. ഇവിടെയും അതേ ഒരു റാങ്ക്. 23ലും 1,50,000, 24ലും 1,50,000. ഇത് കേരളത്തിൽ കിട്ടിയതാണ് 1,50,000. ഓക്കെ, ഓൾ ഇന്ത്യയിലും ഏകദേശം അങ്ങനെ തന്നെ. അപ്പോൾ 1,55,826 വരെ എവിടെ കിട്ടി? ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. ഞാൻ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. അതായത് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സീറ്റ്. പക്ഷേ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് വഴിയാണ് അലോട്ട്മെന്റ് നടന്നത്. കാരണം 15% സീറ്റുകളുടെ കാര്യമേ ഉള്ളൂ ഇത്. ബാക്കി 85ഉം അലോട്ട്മെന്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഇതെന്താണ്? ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജും ആകാം, പക്ഷെ അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ്, ഗവൺമെന്റ് MBBS സീറ്റ് ആണ്, ഈ റാങ്കിന് കിട്ടി. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ കോട്ട BDS സീറ്റുകൾ. BDSന്റെ ഗവൺമെന്റ് സീറ്റ് കേരളത്തിലെ ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ഗവൺമെന്റ് BDS കോളേജുകൾ, ഡെന്റൽ കോളേജുകൾ, ആ ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളുടെ 15% സീറ്റുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഗവൺമെന്റ് BDS വേണമെങ്കിൽ കേരളത്തിലെ കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകളാണ്, നിങ്ങൾക്ക് കേരളത്തിലും പഠിക്കാം. നിങ്ങൾക്കിപ്പോൾ കേരളം മാത്രമേ വേണ്ടതുള്ളൂ, നിങ്ങൾക്ക് വേറെ ഒരു സ്റ്റേറ്റിലും പഠിക്കാൻ താല്പര്യമില്ല. എല്ലാം ഒരേപോലെ വാല്യൂബിൾ ആയിട്ടുള്ള സീറ്റാണെന്ന് മനസ്സിലാക്കണം. എന്നാലും കേരളം വിട്ടുപോകാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ കേരളം മാത്രം ഓപ്ഷനിൽ കൊടുത്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ BDS നോക്കുകയാണ്. ഓപ്പൺ കാറ്റഗറിക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് BDS സീറ്റ് ലഭിച്ച ആളുകളുടെ കാര്യമാണ് പറയുന്നത്. 45,415 റൗണ്ട് 2 BDS കിട്ടിയിട്ടുണ്ട്. OBC ജനറൽ EWS നോക്കുകയാണെങ്കിൽ 60,664 ഗവൺമെന്റ് BDS സീറ്റ് കിട്ടി. OBC നോക്കുകയാണെങ്കിൽ 50,559 ഗവൺമെന്റ് BDS സീറ്റ് കിട്ടി. SC നോക്കുകയാണെങ്കിൽ 1,80,193 ഗവൺമെന്റ് BDS സീറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ഈ റാങ്കിന് വരെ 1,80,000 വരെ SCയിൽ ഗവൺമെന്റ് BDS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 2024 റൗണ്ട് 2 മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് നമുക്ക് മാക്സിമം പ്രോബബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് 2 വരെ മാത്രം എടുത്തത്. ഏകദേശം ഈ റാങ്കിനെ ഉറപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. യെസ്, നെക്സ്റ്റ് വൺ എയിംസ് കോളേജുകളുടെ MBBS നോക്കാം. 20ഓളം വരുന്ന എയിംസ് കോളേജുകളുണ്ട്. അവിടുത്തെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. നിങ്ങൾ എയിംസ് ഒന്നും വെക്കാതിരിക്കരുതോ, എൻ്റെ സ്കോറിന് എൻ്റെ റാങ്കിന് എയിംസ് കിട്ടത്തില്ലായിരിക്കും എന്നൊന്നും കരുതരുതേ. നിങ്ങൾ ഒരിക്കലും എല്ലാ ക്യാമ്പസുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന, അതായത് എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് അത്രയും ഒരുപാട് കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ക്യാമ്പസുകളാണ്. എൻ്റെ റാങ്ക് കുറവാണെന്നൊന്നും കരുതരുത്. ചിലപ്പോൾ എവിടെയാണ് നമ്മളെ ലക്കും കൂടി തുണക്കിനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, യെസ്. അപ്പോൾ എയിംസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി റൗണ്ട് 2 5,807 മാത്രമാണ് ഓപ്പൺ കാറ്റഗറിക്ക് വന്നത്. വളരെ ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് ഓപ്പൺ കാറ്റഗറിയിൽ അവിടെ നടക്കുക. ജനറൽ EWS 9,200 റൗണ്ട് 2 കിട്ടിയത്. OBC 7,290 മാത്രമാണ് കിട്ടിയത്. യെസ്, SC കാറ്റഗറി 40,973 മാത്രമാണ് കിട്ടിയത്. ST കാറ്റഗറി 72,945 മാത്രമാണ് കിട്ടിയത്. കാരണം അത്രയും ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് എയിംസ് ക്യാമ്പസുകളിൽ നടക്കുന്നത്. അപ്പോൾ എയിംസിൽ MBBS കിട്ടാൻ വേണ്ടി വന്ന കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ക്ലോസിംഗ് റാങ്ക് ആണിത്. ഓക്കെ, റൗണ്ട് 2 പറഞ്ഞത്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ ഇസ് ജിപ്മർ പുതുച്ചേരി. ജിപ്മർ ക്യാമ്പസുകൾ ഉണ്ടല്ലേ, 2 ജിപ്മർ ക്യാമ്പസുകളുണ്ട്. അവിടെ MBBS കിട്ടണമെങ്കിൽ നിങ്ങൾ നേടേണ്ടിയിരുന്ന കഴിഞ്ഞ വർഷത്തെ ഏകദേശം ഇതേ റാങ്ക് തന്നെയായിരിക്കും ഇത്തവണ. ഓക്കെ, ക്ലോസ് ആയിരിക്കും. ജനറൽ കാറ്റഗറി ഓപ്പൺ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 350 റാങ്കിന് മാത്രമാണ് ജനറലിൽ നമുക്ക് ജിപ്മർ പുതുച്ചേരിയിൽ കഴിഞ്ഞ വർഷം MBBS ലഭിക്കുന്നത്. ഓക്കെ, ജനറൽ EWS 1,485 മാത്രം. ഓക്കെ, OBC കാറ്റഗറി 867 റാങ്കിന് മാത്രം. SC കാറ്റഗറി 6,617 മാത്രം. ST കാറ്റഗറി 8,697 മാത്രം. സോ അത്രയും ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ്. 2 ക്യാമ്പസുകളേ ഉള്ളൂ അല്ലെ, ജിപ്മർ പുതുച്ചേരിയും ജിപ്മർ കാരക്കലും മാത്രമാണ് 2 ജിപ്മർ കോളേജുകളായിട്ട് വരുന്നത്. അത്രയും ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് അവിടെ നടന്നത്. ക്ലിയർ? നിങ്ങൾ ആ സ്കോർ നോക്കിയാൽ തന്നെ അറിയാം, 710 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോർ 720 ഔട്ട് ഓഫ് 720 ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കോർ കമ്പയർ ചെയ്യണ്ട, ബട്ട് ടോപ്പ് മോസ്റ്റ് സ്റ്റുഡൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതിയെന്ന് കരുതരുത് മക്കളെ, ദയവ് ചെയ്ത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് MBBS ആണെങ്കിൽ MBBS കിട്ടുക. ഓക്കെ, MBBS വെക്കുക. MBBS കിട്ടുന്നില്ലേ, നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്യുക, ഒരു വർഷം കൂടി ട്രൈ ചെയ്യുക. ഓക്കെ, ഒരു വർഷം നഷ്ടപ്പെടുന്നേ ഉള്ളൂ, പക്ഷേ ലൈഫ് സെറ്റ് ആയിരിക്കും. ലൈഫ് സെറ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഞാനത് കിട്ടാൻ പോകുന്ന ക്യാഷോ കിട്ടാൻ പോകുന്ന വലിയ ജോലിയോ ഒന്നും അല്ല പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുക അല്ലേ. അപ്പോൾ MBBS ആണ്, എൻ്റെ മാർക്കിന് BDS കിട്ടുമോ എങ്കിൽ BDS എടുത്തേക്കാം. BDS മോശമാണെന്നല്ല, BDS ഒരിക്കലും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് MBBS ആണെങ്കിൽ MBBS ചൂസ് ചെയ്യാം. അല്ലാണ്ട് എൻ്റെ മാർക്കിന് കിട്ടുന്നത് ഈ കോഴ്സാണ്, എന്നാൽ ഈ കോഴ്സ് എടുത്തേക്കാന്ന് പറയരുത്, വിചാരിക്കരുത്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കോറിന് ഇന്ന കോഴ്സ് എന്ന് പറയും. കാരണം ഇപ്പം ആയുർവേദം ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വെറ്റിനറി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണത്. MBBS ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ MBBS മാത്രം ഒപ്റ്റ് ചെയ്യുക. 1 വർഷമോ 2 വർഷമോ പോയാലും ബാക്കിയുള്ള ലൈഫ് മുഴുവൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കരിയറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാ സീറ്റും വാല്യുബിൾ ആണ്, ഓരോ മെഡിക്കൽ സീറ്റും വാല്യുബിൾ ആണ്. സോ വളരെ ശ്രദ്ധിച്ച് ആദ്യം പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. നമുക്ക് ഇത്രയും 21st വരെ സമയമുണ്ട്. പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക, നിങ്ങളുടെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി, ക്യാമ്പസുകളെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞ്, പ്ലേസ്മെൻറ്റുകളെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞ്, ക്യാമ്പസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കി, എല്ലാ ക്വാളിറ്റിയും നോക്കി, അവിടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ നോക്കി, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ആണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റ് ആണെങ്കിൽ മാത്രം
നിങ്ങളത് ഓപ്ഷനായിട്ട് കൊടുക്കുക. യെസ്, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.